ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചോക്ലേറ്റ് ഗനാഷിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിൽ നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ വെറും 2 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് ഗനാഷാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെയൊന്ന് റെഡിയാക്കിയിട്ടെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രം എടുക്കുക. അതിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് അരിച്ചിട്ടെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് കൊക്കോ പൗഡറാണ്. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് അളവിലാണ് കൊക്കോ പൗഡർ എടുത്തിട്ടുള്ളത്. സ്പൂൺ അളവിൽ പറയാണെന്നുണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡർ എടുക്കുക. ഇനി ഈ കോൺഫ്ലവറും ഈ കൊക്കോ പൗഡറും നല്ലപോലെ ഒന്ന് അരിച്ച് നമുക്ക് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ അവ രണ്ടും ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അളവിലാണ് പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂട്ടാം, കുറയ്ക്കണമെന്നുള്ളവർക്ക് കുറയ്ക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി അതിലേക്ക് 1/2 കപ്പ് അളവിൽ പാലൊഴിച്ച് കൊടുക്കാം. തണുപ്പുള്ളതായാലും തണുപ്പില്ലാത്തതായാലും കുഴപ്പമില്ല. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ആ കൊക്കോ പൗഡറൊക്കെ പാലിൽ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി കിട്ടണം. ഒരു വിസ്ക് അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കുക. വിസ്ക് ആയിരിക്കും കൂടുതലും നല്ലത്, പെട്ടെന്നൊന്ന് ആ പാലിൽ കൊക്കോ പൗഡറൊക്കെ ഒന്ന് മിക്സ് ആക്കി കിട്ടാൻ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആ കോൺഫ്ലവറും കൊക്കോ പൗഡറൊക്കെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ വെക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ വിടാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഈ കോൺഫ്ലവർ പാലിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആയതിന് ശേഷമേ നിങ്ങൾ സ്റ്റൗവിൽ വെച്ച് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ചൂട് കൊള്ളുമ്പം ആ കോൺഫ്ലവർ ചെറിയ ചെറിയ കട്ടകളായിട്ട് ഇതിൽ കിടക്കും. അതൊന്ന് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ അതേ ഇതിൻ്റെ മുകളിലായിട്ട് ചെറിയ ചെറിയ ബബിൾസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതൊന്ന് തിക്കായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് അത് ചൂടും ആറും മുമ്പ് തന്നെ അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടറും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴാണ് ഈ ചോക്ലേറ്റ് ഗനാഷിന് ഒരു പ്രത്യേക ഗ്ലേസിംഗ് ഒക്കെ കിട്ടുന്നത്, കാണാനൊക്കെ ഒരു ഭംഗിയുള്ളത്. അപ്പോൾ ഇത് ഇത്ര മതി. ഇനി ഇത് തണുക്കുമ്പം കുറച്ചും കൂടി ഒരു തിക്കാകും. ഇതിൽ നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പാല് വെച്ചിട്ടാണ് ഈ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കടയിലൊന്നും പോയി വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല. വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിന് നമുക്ക് തയ്യാറാക്കിയിട്ടെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.